പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഞാൻ ജാസർ പോലാണ്. ഞാനുള്ളത് പാവപ്പെട്ട കിടപ്പ് രോഗിയായിട്ടുള്ള സാറ എന്ന പേരുള്ള ഒരു ഉമ്മക്ക് മുന്നിലാണ്. പ്രിയപ്പെട്ടവരെ, ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് പൗവൽ മാസിക്കൊണ്ടിൽ വെച്ച് നടന്ന ഒരു ബൈക്കപകടത്തിൽപ്പെട്ട് ഈ ഉമ്മാക്ക് തലക്കും കാലിനും വളരെ ഗുരുതരമായ രീതിയിൽ പരിക്ക് പറ്റി. ഏകദേശം 2 മാസത്തോളം മംഗലാപുരത്തും കാസർഗോഡുമായി നിരവധി ചികിത്സകൾ നടത്തി. ഇപ്പോൾ നിലവിൽ ഇപ്പോഴും ഒരേ കിടപ്പിലാണ് ഈ ഉമ്മ. പരിക്ക് പറ്റിയ ഇടത് കാലിന് തന്നെ ഏകദേശം 8ഓളം സർജറികൾ നടന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, തലക്കേറ്റ പരിക്കാണ് ഏറ്റവും ഗുരുതരം എന്ന് പറയുന്നത്. ഉമ്മാക്ക് ഇപ്പോൾ ഒന്ന് സംസാരിക്കാനോ ഇല്ലെങ്കിൽ ആളെ തിരിച്ചറിയാനോ ഒന്നും പറ്റാത്ത സ്ഥിതിയാണ്. ഈ കിടന്ന കിടപ്പിൽ തന്നെയാണ് മലമൂത്ര വിസർജനം, ഈ കിടന്ന കിടപ്പിൽ തന്നെയാണ് അവർ ആഹരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു അവസ്ഥ, ഇങ്ങനൊരു ദയനീയാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന ഈ കുടുംബം ഈ ഉമ്മാന്റെ ചികിത്സാ ചെലവിന് മുന്നിൽ പകച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇനി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരു വഴിയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. കാരുണ്യ മനസ്സുകളുടെ സഹായഹസ്തങ്ങളിലേക്ക് അവർ അറിയാതെ കൈനീട്ടുന്നുണ്ട്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും ഈ ഉമ്മയുടെ ചികിത്സ മുടങ്ങരുത്. ഒരു 100 രൂപ കൊണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഉമ്മയെ സഹായിക്കണം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഖാദർ ബദ്രിയ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാൻ നിങ്ങളെ വീഡിയോയുമായി വരാൻ കാരണം എൻ്റെ പ്രിയ സുഹൃത്ത്, വർഷങ്ങളായി എന്നോടൊപ്പം ഉണ്ടായിരുന്ന അംസ എന്ന അവരുടെ ഭാര്യ 2 മാസം മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് കോമയിലാണ് കിടപ്പുള്ളത്. 1.5 മാസത്തോളം മംഗലാപുരം ഹോസ്പിറ്റലും ഇപ്പോൾ 1 മാസത്തോളമായി നായനാർ ഹോസ്പിറ്റലുമാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ സഹോദരിയെ സഹായിക്കാൻ ഇപ്പോൾ 18 ലക്ഷത്തോളം ഇപ്പോൾ ചിലവായിട്ടുണ്ട്. വിശുദ്ധ റമദാൻ മാസമാണ്. ഓരോ സഹോദരന്മാരും ഈ സഹോദരിയെ സഹായിക്കാൻ എല്ലാവരും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. 2 പെൺമക്കളാണ്. അതുകൊണ്ട് ആ കുടുംബത്തിന്, ആ മക്കൾക്ക് ഉമ്മയെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സാമ്പത്തികമായി, ശാരീരികമായി നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർണാടക മടിക്കേരി സ്വദേശിയായിട്ടുള്ള ഈ ഉമ്മ 4 മൈൽ തൈവളപ്പ് ജമാഅത്ത് അംഗം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നിലവിൽ പൗവൽ മാസിക്കൊണ്ടിൽ വാടക കോടസിലാണ് ഇവർ കഴിഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ റമദാൻ നിങ്ങളുടെ സക്കാത്തിന്, നിങ്ങളുടെ സദക്കക്ക് 100% അർഹതപ്പെട്ട ഒരു കുടുംബമാണ്, ഒരു ഉമ്മയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ഉമ്മയെ സഹായിക്കണം. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളൊക്കെ കരുണാ കടാക്ഷം ഉമ്മക്ക് മുന്നിൽ ഉണ്ടാകണം. നിങ്ങളാൽ കഴിയുന്നത്, ഒന്നിനും സാധിക്കാത്തവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെങ്കിലും ഇവരെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.